അന്ന് ഇങ്ങനെ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഒരു സ്കൂൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ സ്കൂളിലെ മുകളിലത്തെ 3ാമത്തെ നിലയിൽ നിന്ന് ഒരു വിദ്യാർത്ഥി ഒരു ബെഞ്ച് എടുത്ത് അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ പുറത്തിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുക. കാരണം എന്തോ തലേ ദിവസം ഇദ്ദേഹത്തിന് സുഹൃത്തുമായിട്ട് അവിടെ നിൽക്കുന്നത് എന്തോ കണ്ടു. ആ സമയത്ത് അത് സ്റ്റാഫിൽ റൂമിൽ പോയി പറഞ്ഞതിലുള്ള ദേഷ്യമായിരുന്നു. ഈ അധ്യാപകൻ പോയി ആ വിദ്യാർത്ഥിയോട് ചോദിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ പൊട്ടിക്കരയുകയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് സംസാരിച്ച് ആ വിദ്യാർത്ഥിയുടെ മാനസിക നിലയിലേക്ക് എത്തിയാൽ വിദ്യാർത്ഥി ചിലപ്പോൾ നമ്മളോട് കരഞ്ഞു എന്നിരിക്കും, ചിലപ്പോൾ നമുക്ക് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നിരിക്കും. അവൻ മിടുക്കനായിട്ട് തീരും, അല്ലേ? തീർച്ചയായും. അപ്പൊ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു. അതേക്കുറിച്ചാണ് കേട്ടത്. അപ്പൊ നമ്മൾ ഇനി കൂടുതൽ വാർത്തകളിലേക്ക് കടക്കുകയാണ്, അല്ലേ? റോഷിനിക്ക് പലപ്പോഴും കോളേജ് പഠിക്കുന്ന സമയത്ത് ചില അധ്യാപകരെടുത്ത് ചില കലിപ്പൊക്കെ തോന്നും. എനിക്ക് അതിനെക്കുറിച്ച് പ്രേക്ഷകരോടും വെങ്കിയോടും പറയാനുള്ളത്, എന്റെ അധ്യാപകനാണ് സത്യത്തിൽ അരുൺ ചേട്ടൻ. പഠിപ്പിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ അധ്യാപകനായി വിക്ടോറിയ കോളേജിൽ ചെയ്യുന്ന കാലത്ത് ഞാൻ അവിടെ വിദ്യാർത്ഥിയാണ്. പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കേൾക്കാൻ ഒത്തിരി പരിപാടികളല്ലേ. അന്നും അരുൺ ചേട്ടൻ പൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ സെമിനാറുകള് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വെള്ളിയാഴ്ചയൊക്കെ ആയാൽ വിക്ടോറിയ കോളേജിന്റെ ആ ഒരു വിനീത ഗാർഡനിൽ, അത് ഇപ്പോൾ അറിയപ്പെടുന്ന ആ പേരിലാണ്, നമ്മൾ ഡിബേറ്റുകൾ സംഘടിപ്പിക്കും. അപ്പൊ ഒരു ക്യാമ്പസിനെ ഇത്രയും ഊർജ്ജസ്വലമായി നിർത്തുന്ന ഒരു കാര്യമായിരുന്നു. റോഷിയുടെ വേറൊരു റോളുണ്ട്, അറിയാലോ. ഞങ്ങൾ അവിടുത്തെ മികച്ച നാടക നടിയായിരുന്നു. ചെമ്പരത്തി ചെവിയിലാണ്. മനസ്സിലായില്ലേ മോനെ, ഞങ്ങളൊക്കെ പണ്ടേ പൊളിയായിരുന്നു.